തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്ക തുടരുകയാണ്. ജയറാം രമേശ് അടക്കമുള്ളവർ നേരത്തെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. തരൂർ കോൺഗ്രസിന്റെ അച്ചടക്ക വലയ്ക്കുള്ളിൽ നിൽക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണ് ഇവരൊക്കെ പറഞ്ഞത്. എന്നാൽ തരൂര് അത് ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ വിവാദമുണ്ടാക്കുകയും ചെയ്തു. തരൂർ ബോധപൂർവം തന്റെ കൃത്യമായ സാന്നിധ്യം അടയാളപ്പെടുത്താനാണ് ശ്രമിച്ചത്. കോൺഗ്രസ് നേതൃത്വം ആ കെണിയിലേക്കാണ് ആദ്യം വീണുകൊടുത്തത്. എന്നാൽ തരൂരിന്റെ സൂക്ഷ്മമായ നീക്കം ചെന്നെത്തുന്നത് BJP ക്യാമ്പിൽ തന്നെ ആയിരിക്കുമെന്നും അതിന് തങ്ങൾ ഉത്തരവാദികളാവരുതേ എന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് തോന്നുന്നു. തരൂർ ശ്രമിക്കുന്നത് രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസിൽ തന്നെ തുടർന്ന് കയ്യടി നേടാനാണ്. ഇവിടെയാണ് കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാവുന്നത്. തരൂരിനെ പുറത്താക്കിയാൽ സാധാരണ മനുഷ്യർക്കിടയിൽ കോൺഗ്രസുകാർ രാജ്യവിരുദ്ധരാകും. തരൂരിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകും. എന്തായാലും തരൂർ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. താരിഖ് അൻവറെ പോലെയുള്ളവർ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് തരൂരെന്നും അച്ചടക്ക നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും പറഞ്ഞത് ഇതിന്റെ സൂചനയാണ്. തരൂർ തിരിച്ചു വന്നാൽ തരൂരിന്റെ മേൽ അച്ചടക്ക നടപടി ഉണ്ടാവും എന്ന സൂചനയായിരുന്നു ജയറാം രമേശ് അടക്കമുള്ളവർ നൽകിയത്. എന്നാൽ അത്തരമൊരു ആലോചനയും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല. അത് തരൂരിനും മോദിക്കും ഗുണം ചെയ്യും എന്നവർ ഭയപ്പെടുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. VD സതീശന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ കോൺഗ്രസ് പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് എല്ലാവരും ഭിന്നത മറന്ന് പ്രവർത്തിക്കുന്നു, വിജയം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തരൂർ അവിടെയെങ്ങും ഇല്ല. തരൂർ ഇതുവരെ വിദേശത്തായിരുന്നു. വേണമെങ്കിൽ തരൂരിന് ഇപ്പോൾ തിരിച്ചെത്താം. എന്നാൽ തരൂർ കേരളത്തിലേക്ക് എത്തുന്നത് 17-ാം തീയതി രാത്രിയിലാണ്. 18-ാം തീയതി നിശബ്ദ പ്രചരണവും 19-ാം തീയതി തെരഞ്ഞെടുപ്പുമാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ നിലമ്പൂരിലേക്കില്ല എന്നർത്ഥം. ഇതൊക്കെ നൽകുന്ന സൂചനയാണ് പലരുടെയും കണക്കുകൂട്ടലിന് നിദാനം. തരൂരിന്റെ മനസ്സിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഓരോന്നും. അതിൽ മുൻപിൽ നിൽക്കുന്നത് ദേശസ്നേഹവും രാജ്യസ്നേഹവുമാണ്. BJP-ക്കാരും കോൺഗ്രസുകാരും അടക്കം ദേശസ്നേഹികളൊക്കെ തരൂരിനെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥ. അടുത്ത നീക്കം എന്താണെന്ന് തരൂരിനല്ലാതെ മറ്റാർക്കും അറിയാത്ത സാഹചര്യം. എന്തായാലും തരൂർ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. മോദിയുടെ മനസ്സിൽ തരൂരിന് കൃത്യമായ ഒരു പദവിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, പദ്ധതിയുണ്ട്. അത് തരൂരിനും അറിയാം. അതെന്താണ് എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും.